ഈ സംഖ്യകളെ കാര്യം ആലോചിക്കുമ്പോൾ ചിരി വരും. ഭൂലോക തോൽവി എന്ന് പറഞ്ഞാൽ ഭൂലോക തോൽവി. ഇവരിപ്പോ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. हम जानते ला इलाहा इल्लल्लाह मोहम्मद रसूलुल्लाह नहीं जानते बस हम नहीं जानते वंदे मातरम नहीं हम नहीं जानते सर ये जानने वालों के लिए तो पाकिस्तान बना था चले गए वो लोग तो हम भी चले जाएंगे तुम जो वोटिंग की काउंटिंग कर रहे हो हिंदू मुस्लिम का कर रहे हो क्या कर रहे हो तुम बात तो सही है फार्म भरे जा रहे मैं फॉर्म की बात नहीं कर रही हूँ ना सर जाइए आप चलिए खड़ी हो चलिए टच क्यों कर रहे हो सर छू क्यों रहे हो क्यों इंदिरा गांधी ये आपका कुरान इजाजत देता है महिला को हाथ लगाने मर के बैठी सर इतना छूना आपका खड़े होकर बात कर ഈ വീഡിയോന്റെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതെന്താന്ന് ഞാൻ കാണിക്കാം. അതിന് മുന്നേ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്ന് അറിയാത്തവർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ചായപ്പീടിക്ക് ചാടിക്കാൻ വന്നൊരു സാധു മനുഷ്യൻ, അയാളെടുത്ത് ഒരു മാധ്യമ പ്രവർത്തക എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സാധനം പോയിക്കാണ്ട് വന്ദേ മാതരം ചൊല്ലാൻ പറയും. അയാളെടുത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. ഇതിവിടെ ചോദിക്കാൻ കാരണം എന്താണെന്നല്ലോ, ഇന്നത്തെ ആ വീഡിയോ കണ്ടാൽ അറിയാം. ആ വീഡിയോന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ബുർക്ക കിട്ടേണ്ട ഒരു മുസ്ലിം സ്ത്രീ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ അവൾക്ക് ഒരു ക്രിമി കടി, അങ്ങനെ പോയി ചോദിച്ചതാണ്. മൂപ്പര് കറക്റ്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അപ്പോൾ അവള് പറയുകയാണ് ഇങ്ങത്തൂർക്കുള്ളതാണ് അവിടെ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അയാൾ പറയാം പാകിസ്ഥാനിക്ക് പോളവരൊക്കെ നേരത്തെ പിടിക്കണം, ഞങ്ങളും കൂടി എന്തിനാണ് പോകുന്നത്. എന്നിട്ട് മൂപ്പര് പറഞ്ഞു നിങ്ങൾ ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് എണ്ണിക്കാണ്ട് അവരെ തമ്മിൽ തല്ലിക്കാൻ നടക്കണം, അതുകൊണ്ട് വിട്ട വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കുറെ ആട്ടിട്ട് അവള് പോകണ്ടേ, അവൾ ആ സാധനം അണ്ണാക്ക് കുത്തി കയറ്റുന്ന മാതിരി നിന്നുകൊണ്ട് അവിടെ നിൽക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്ത് ആ സോൾഡർ പിടിച്ചാണ്ട് പോകുന്ന പറഞ്ഞാണ്ട് പറഞ്ഞ ആയിസാണ്. പിന്നെ അത് ഭയങ്കര പ്രശ്നമായി. അവള് പിന്നെ വന്ദേമാതരൊക്കെ മറന്ന് ഇന്റെ മേത്ത് ഇതിനെ പിടിച്ചത് ഇന്നെ തൊട്ടത് എന്താന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ ഖുർആനിൽ ഇങ്ങനെ തൊഴാൻ പറഞ്ഞോന്നൊക്കെ ചോദിച്ചാണ് ഭയങ്കര പ്രശ്നം. അങ്ങനെ പ്രശ്നമായ ആളായി വേളായി ബാക്കിയുള്ള നിങ്ങളൊന്ന് കണ്ടു. भाई ये वो संजय गुप्ता है ना उसका സംഭവം എന്താണെന്ന് മനസ്സിലായില്ല. ഇതാണ് അവസ്ഥ. അയാളൊരു മുസ്ലിം അല്ല, അയാൾ ഹിന്ദു ആണ്. സഞ്ജയ് ഗുപ്ത എന്ന് പറഞ്ഞ ഒരു ഹിന്ദു സഹോദരനാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഇവരിപ്പോ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. നിങ്ങൾ ആ ലാസ്റ്റത്തെ മ്യൂസിക് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു വളി വിടുന്ന സമയത്ത് അതേപോലെ ഇവരെന്ത് ചെയ്യും, ഒരു വളിയായിട്ട് ഒച്ചപ്പാടൊക്കെ ആയിട്ട് വരും. അടുത്തുള്ള ആൾക്കാരൊക്കെ നാറ്റി ചെയ്യാണ്ട് കാറ്റായിട്ടാണ് പോകും. അത്രേ ഉള്ളൂ. ഇതിന്റെ മുന്നേ ഒരു കട അടുപ്പിക്കാൻ പോയ സംഭവങ്ങളൊക്കെ അറിയണല്ലോ. ഒരു ദീപക് കുമാർ എന്നൊരു വ്യക്തി അതിനെ എതിർത്തതൊക്കെ. അതേപോലെ വേറൊരു സംഭവം ഉണ്ടായിക്കണി. വേറെ ഏതൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു കട അടുപ്പിക്കാൻ പോയിട്ട് അവിടെയുള്ള നാട്ടുകാരെ കൂടിക്കാണ്ട് കാല് വാരി നിലത്തടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതാണ് ഇപ്പൊ ഒരു അവസ്ഥ. ആ വളി പോലെ തന്നെ സൗണ്ടിൽ ഇങ്ങോട്ട് വരും, കാറ്റായിട്ട് പോകും.